നമ്മളുള്ളത് ചാലക്കുടിയിൽ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഒരു നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മിക്കാതെ ചാലക്കുടിയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഒരു ദിവസം പോലും കടന്നു പോകാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും ഈ മാർച്ച് 6-ാം തീയതി ഈ ഓട്ടോറിക്ഷ പാർട്ടിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാലക്കുടിയിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മാർച്ച് 6-ാം തീയതി രാവിലെ തുടങ്ങി ഫുഡും കാര്യങ്ങളും ചായയും കാപ്പിയൊക്കെ മാർച്ച് 6-ാം തീയതി ഇവര് ഈ തുച്ഛമായ വരുമാനം കിട്ടിയിട്ട് ആ വരുമാനത്തിൽ നിന്നും ഇവര് ചെറിയ സാമ്പത്തികം മുടക്കിയിട്ടാണ് മണിച്ചേണ്ട ഒരു ഓർമ്മ ദിവസം. ആകെ 500-600 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. അതിൽ നിന്ന് മിച്ചം വെച്ച് ഒരു വർഷം ഭക്ഷണം കൊടുക്കും. വരുന്ന പുറത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1 ലക്ഷം മേലെ ആൾക്കാർ ഇതിലേക്ക് അത്രത്തോളം ആളുകൾ ഭക്ഷണം കഴിക്കും അല്ലേ? മാർച്ച് 6-ാം തീയതി 8 വർഷമായിട്ട് ഞങ്ങൾ നടത്തി. 8 വർഷമായിട്ട്. പക്ഷെ അതിന് പൈസ ആകെ കിട്ടുന്നത് 450-500 രൂപയാണ്. എല്ലാവരും സംതൃപ്തിയോടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകും അല്ലേ? ആണല്ലേ? ഈ മണിച്ചേട്ടന്റെ ജീവിതകാലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചു നടന്ന കാലത്തെ കുറിച്ചൊരു പാട്ട് പാടിയിട്ടുണ്ട്. മണിച്ചേട്ടൻ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി പാടിയ പാട്ടാണ്. മണിച്ചേട്ടൻ ചാലക്കുടിക്കാർ അത്രയും മാത്രം കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. ഇവരും കൂടി ഒന്ന് കൈയടിക്കണേ നമുക്ക് അത് പാട്ടൊന്ന് പാടിയാലോ? നിങ്ങൾക്ക് വേണ്ടി മണിച്ചേട്ടൻ ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട്. ഓക്കെ. ഒരുപാട് സ്നേഹിക്കുന്ന ഓട്ടോറിക്ഷക്കാരാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഈ മുടി ഹെയർ സ്റ്റൈല് എങ്ങനെ ഉണ്ടാക്കിയത്? ഇത് മലപ്പുറം ഇത് ഏതെങ്കിലും നമ്മുടെ സലൂണിലൊക്കെ പോയി ഇങ്ങനെ പിരിച്ചുണ്ടാക്കിയതാണോ? ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ സ്റ്റാറൊക്കെ ചെയ്യുമ്പോ കുറെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു വ്യത്യാസം. ഇതെങ്ങനെ ഇത്ര പിരിച്ചെടുത്തു? വളരെ കേളി ആയിട്ടുള്ള ഹെയർ. അപ്പൊ മണിച്ചേണ്ട പാട്ടിലേക്ക്. ശരി, ഓക്കെ. അത് കയ്യോട്ടല്ലേ? നമുക്ക് ചാലക്കുടിക്കാരെ ഒരു കുറവ് വരുത്തണ്ട. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ട വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ട വണ്ടി. എല്ലുമുറിയ പണിയെടുത്തു അപ്പ കട്ടം കുടിച്ച കാലം, പള്ള നിറയ്ക്കാൻ വഴിയില്ലാതെന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാട് കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോൾ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിഞ്ഞിടുന്നു ഞാൻ. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ട വണ്ടി. 100-ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ കിക്കർ വലിച്ചെന്റെ കയ്യിൽ നടുവും തളർത്തിയൊരോട്ട വണ്ടി. എന്റെ നിറമ്പോ കറുത്തൊരു പാന്റ് മുഷിഞ്ഞ ജുബയലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് മോർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകയില്ല. മുരളി, ആ പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇപ്പോഴും മണിച്ചേട്ടനെ ഇങ്ങനെ മുമ്പിൽ കാണാൻ പറ്റും. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവര് തുച്ഛമായ വരുമാനം കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകത വേറെയാണ്. കാരണം ഇപ്പൊ സാർ കേട്ടതല്ലേ, 600 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. അതിൽ കുട്ടികളെ പഠിപ്പിക്കണം, വീട്ടിലെ ചെലവുകൾ നടത്തണം, എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മേഖലയാണ് ഇവര്.